ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുലിഖിതം ഇങ്ങനെയാണ് പറയുന്നത്: ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, മക്കളുടെ ജീവിതത്തെക്കുറിച്ച് വലിയ ഭാരങ്ങൾ പേറുന്ന, ആകുലത കൊണ്ട് തളർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഏതു ബന്ധന പ്രാർത്ഥന വഴിയാണ് മക്കളുടെ ജീവിതത്തിൻ്റെ കുരുക്കഴിക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുടെ സങ്കടം ഞങ്ങൾ കാണുന്നു. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ഈ ആധുനികതയുടെ ഈ സാധ്യതകളെ അവിടുന്ന് തന്നെ ഏറ്റെടുത്ത് അനുഗ്രഹമാക്കണമേ. അമ്മേ, മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, യുവതിയുവാക്കൾക്ക് വേണ്ടി ഓൺലൈൻ പഠനം വഴി അവർ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരുപാട് കാരണവന്മാർ ഇന്ന് വലിയ സങ്കടത്തോടു കൂടിയിട്ട് വിളിക്കുകയും മക്കളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ട് പറയുകയാണ്: അച്ഛാ, വളരെ അനുഗ്രഹത്തോടു കൂടെ ജീവിച്ച എൻ്റെ കുഞ്ഞ് ഇന്ന് തെല്ലും അനുസരണയില്ലാത്ത വിധം, വീടിനൊരു അനുഗ്രഹമാകുമെന്ന് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് കണ്ട് കരുതി വളർത്തിയ മകൻ, മകൾ ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധം വഴിമാറുന്നല്ലോ എന്നോർത്തിട്ട് വലിയ ഭാരം പേറുകയാണ്. രണ്ട് തരത്തിലുമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞുനാൾ മുതൽ തന്നെ നല്ല അനുഗ്രഹത്തോട് കൂടിയിട്ട്, നല്ല അഭിഷേകത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളും, തികച്ചും വ്യതിരക്തമായ വഴികളിലൂടെ നടക്കുന്ന കുഞ്ഞുങ്ങളും. അപ്പോൾ ഈ മൊബൈലിൻ്റെ ഉപയോഗം വഴി, ഓൺലൈൻ പഠന സാധ്യതകളുടെ അമിത ഉപയോഗം വഴിയായിട്ട് വളരെയധികം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നെഗറ്റീവ് എനർജികൾ ഉണ്ടാകാൻ തുടങ്ങി. അരുതാത്തത് ഒരുപാട് അവരുടെ ജീവിതത്തിൽ സ്വാധീനമാകാൻ തുടങ്ങി. നന്നേ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ വഴിമാറി ചിന്തിക്കാനും, പ്രത്യേകിച്ചും സെക്ഷൽ മേഖലയോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് അപജയത്തിലൂടെ കടന്നു പോകാനുമൊക്കെ ഈ ആധുനിക സാങ്കേതിക സംവിധാനം കാരണമായി മാറി. വലിയ ഭാരമാണ് ഒരുപാട് മാതാപിതാക്കൾക്ക്. ഒരമ്മ എന്നെ വിളിച്ചു ചോദിച്ചു: അച്ഛാ, ഏതെങ്കിലും പവർഫുള്ളായിട്ടുള്ള ബന്ധന പ്രാർത്ഥന തരുമോ? ഞാൻ ചോദിച്ചു, എന്തിനാന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങളിങ്ങനെ മൊബൈൽ ഫോണിൻ്റെ ആസക്തിയിൽപ്പെട്ട് അതിൻ്റെ ഉപയോഗത്തിൽ കുടുങ്ങി മറ്റെല്ലാറ്റിനോടും, അന്ന് വരെയും വൈകുന്നേരത്തെ പ്രാർത്ഥനയിലൊക്കെ നന്നായി കൂടിയിരുന്നു, അന്ന് വരെയും പറഞ്ഞ അനുസരിക്കുമായിരുന്നു, അന്ന് വരെയും മാതാപിതാക്കളോടൊരു ആദരവുണ്ടായിരുന്നു. ഇന്നിപ്പം എല്ലാ പ്രവൃത്തികളിലും ഒരു ധാർഷ്ട്യം, എന്തിനോടും മറുതലിക്കുന്ന ഒരു മനോഭാവം, എവിടെയും ധിക്കാരത്തിൻ്റെ സ്വരം, മാതാപിതാക്കളെ അവഗണിക്കുന്ന, അല്ലെങ്കിൽ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന, അവർ കരയുമ്പോഴും സങ്കടപ്പെടുമ്പോഴും അത് ഭാരമല്ലാത്തൊരു ശൈലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതിന് പരിഹാരമായിട്ട് വല്ല ബന്ധന പ്രാർത്ഥനയുണ്ടോ എന്നാണ് ഈ അമ്മ ചോദിച്ചത്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഈ ആധുനികതയുടെ അപകടം പണഞ്ഞ മക്കളുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ട, ശ്രദ്ധയിൽ സൂക്ഷിക്കേണ്ട, ഓർമ്മയിൽ കരുതേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം, മക്കളുടെ ജന്മത്തോട് ബന്ധപ്പെടുത്തിയ മേഖലയിൽ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി മാതാപിതാക്കൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ മുൻപേ ജനിച്ചു, ഒരുക്കമില്ലാതെയോ അപ്രതീക്ഷിതമായോ ഒക്കെ ഉണ്ടായിക്കാണും. എങ്കിലും അപ്പനും അമ്മയ്ക്കും ഒരു മകൻ്റെ, ഒരു മകളുടെ മേൽ അവൾ അല്ലെങ്കിൽ അവൻ മറ്റൊരാളുടെ അവകാശിയാകുന്നത് വരെ, എന്ന് വെച്ചാൽ വിവാഹ ജീവിതത്തിലൂടെ സ്ത്രീയോ പുരുഷനോ മറ്റൊരാളുടെ സ്വന്തമാകുന്നത് വരെ ഈ അമ്മയ്ക്കും അപ്പനും ഈ കുഞ്ഞിൻ്റെ ജീവിതത്തോട് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ വീണ്ടും ആ കുഞ്ഞിൻ്റെ ജന്മത്തെ ദൈവതിരുമുമ്പിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, ഉൽപ്പത്തിയുടെ 12:2 അബ്രാഹത്തോട് ദൈവം പറഞ്ഞതുപോലെ, നീ ഒരു അനുഗ്രഹമാണ്, നിന്നിലൂടെ ജനതകൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ നാമം ഞാൻ മഹത്തമമാക്കും. അതുപോലെ എൻ്റെ കുഞ്ഞൊരു അനുഗ്രഹമാണ്, ഇവനിലൂടെയാണ് ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടേണ്ടത് എന്നുള്ള ആത്മീയതയുടെ ബോധ്യമുള്ള അനുഭവങ്ങളെ ഒന്ന് മക്കളോട് ചേർത്ത് പിടിച്ചിട്ട്
മക്കൾ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത വിധം അകലങ്ങളിലാണ് എങ്കിൽ, നിങ്ങളോട് അടുപ്പത്തിലല്ലെങ്കിൽ ഈ കരം ഇങ്ങനെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചിട്ട് അതിൽ മക്കളുണ്ട് എന്ന് അമ്മയും അപ്പനും മനസ്സിൽ കരുതിയിട്ട് ആ ജന്മത്തോട് ബന്ധപ്പെട്ട മേഖലകളും വലിയ വിശുദ്ധീകരണത്തിനിടയാക്കണമേ എന്ന് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാൽ ജന്മത്തിൻ്റെ വിശുദ്ധീകരണം അവിടെ സംഭവിക്കും. ഒന്നാമത്തെ കാര്യവത ജെറമിയ പ്രവചനം 29:11 പറയും, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. ഓരോ മാതാപിതാക്കളും മക്കളുടെ ജന്മത്തോട് ബന്ധപ്പെടുത്തി ഈ ഒരു വചനം ഈ മന്ത്രത്തിന് സമാനമായ വചനം, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് ആ കുഞ്ഞിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ്. കുഞ്ഞിൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെയും. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങളുടെ ജീവിതം വഴിതെറ്റാനായിട്ടും ആസക്തികളിൽ പെടാനായിട്ടും കാരണമായി മാറിയത് സ്നേഹത്തിൻ്റെ ആധിക്യം ആണ് എന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. പണ്ട് സ്നേഹക്കുറവായിരുന്നെങ്കിൽ ഇന്ന് സ്നേഹത്തിൻ്റെ ആധിക്യമായി മാറിയിരിക്കുകയാണ്. സ്നേഹാധിക്യം എന്നൊക്കെ നമ്മൾ പറയുമ്പം ആ സ്വർഗം സ്വപ്നം കണ്ട, ദൈവം വിഭാവനം ചെയ്ത, നമ്മുടെ കാർന്നവന്മാരിലൂടെ കൈമാറിക്കിട്ടിയ ആ സ്നേഹത്തിൻ്റെ നിഷ്കളങ്കതയുടെ ആ ഭാവങ്ങളല്ല, ഇന്നിപ്പം കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറിയിട്ടുണ്ട്. പല മാതാപിതാക്കളും മക്കളോട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, ഈ ഞങ്ങൾ സ്നേഹിക്കുന്നത് പോലെ എങ്ങനെയാച്ചോ മക്കളെ സ്നേഹിക്കുക. ഒരപ്പൻ എന്നോട് പറഞ്ഞത്, അവൾ ഒരു അനുഗ്രഹമല്ലാത്ത ബന്ധത്തിലൊക്കെ പെട്ട് വളരെ മോശമായിട്ട് മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഭാരമായിട്ടൊക്കെ മാറുന്നു. ഒടുവിൽ അവർ ശക്തമായിട്ട് അതിനെ നിഷേധിക്കുന്നു. അത്യന്തികമായിട്ട് സംഭവിച്ചത് ഒരു ആത്മഹത്യയിലേക്ക് ആ ജീവിതം എത്തി നിൽക്കുകയാണ്. അങ്ങനെ സങ്കടത്തോടു കൂടിയിട്ട് നെഞ്ച് പിളർന്ന് നിൽക്കുന്ന ഈ മാതാപിതാക്കളോട്, പ്രത്യേകിച്ചും അപ്പനോട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അവൾ സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു, അവൾക്ക് ന്യൂമോണിയ, മഞ്ഞപ്പിത്തം, അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു. കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ അതിനെ ഒന്ന് പാലൂട്ടാനോ ചേർത്ത് പിടിക്കാനോ കഴിയാത്ത വിധം അവളിങ്ങനെ വലിയ സങ്കടത്തിലൂടെ കടന്നു പോയപ്പം എൻ്റെ നെഞ്ചത്ത് കിടത്തി ചങ്കെ കിടത്തിയിട്ട് ചൂട് കൊടുത്ത ഞാൻ അവളെ വളർത്തിയത്. അവൾ ഇതുപോലെ വേദനയുടെ വലിയ ഭാണ്ഡം നൽകി ഭാരപ്പെടുത്തി കടന്നുപോയല്ലോ. അപ്പം സ്നേഹാധിക്യം കൊണ്ട് കുഞ്ഞുങ്ങളെ നേടിയെടുക്കാമെന്ന് കരുതിയ മാതാപിതാക്കൾ പലരും ചെയ്യാതെ പോകുന്ന ഒരു കർമ്മമുണ്ട്. ആ സ്നേഹത്തിനകത്ത് നിസ്വാർത്ഥതയുടെ, സ്വർഗം ആഗ്രഹിക്കുന്ന, ദൈവം സ്വപ്നം കാണുന്ന, തമ്പുരാൻ ആ കുഞ്ഞിൻ്റെ ജീവിതത്തോട് കണ്ടുവച്ച സ്വപ്നത്തിനിണങ്ങുന്ന ഒരു സ്നേഹത്തിൻ്റെ ചേരുവകളെ ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. സ്നേഹം അധികമാകുമ്പം നമ്മൾ നിഷേധങ്ങളും തിരുത്തലുകളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ കുറവായി പോകും. അത് അപകടകരമാണ്. എപ്പോഴും കൊള്ളിയല നാശമാണ്, നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളിയല, അങ്ങനെ പറയണമെന്നല്ല. എൻ്റെ കുഞ്ഞ് നന്നായി ചെയ്യുമെന്ന് അപ്പനറിയാം. ഒരു മനഃശാസ്ത്രമൊക്കെ പഠിച്ചൊരു അധ്യാപകൻ കുഞ്ഞുങ്ങളോട് ബന്ധപ്പെടുത്തി ചെയ്തൊരു പ്രവൃത്തി അതായിരുന്നു. മൂത്ത 2 മക്കളും നന്നായിട്ട് പഠിക്കും. ഇളയാൾ 8ലും 7ലൊക്കെ പഠിക്കുമ്പം പഠിക്കാൻ വളരെ കഴിവ് കുറഞ്ഞ കുട്ടിയാണ്. പക്ഷേ ഈ അപ്പൻ ഇങ്ങനെ കൃത്യമായിട്ടും എൻ്റെ ഇളയ മകള് അവളൊരു അത്ഭുതമാണെന്ന് പറഞ്ഞ് അവളെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ, നീ നന്നാകുകയെന്നല്ല പറയുന്നത്, നീ ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന്, നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ട് എന്ന്, നീ ഒരിക്കലും വഴി മാറില്ല എന്ന് ഈ അമ്മ പറയുമായിരുന്നു, ഈ അപ്പനും പറയുമായിരുന്നു. അപ്പം സ്നേഹാധിക്യം, എഫേസ്യസ് ലേഖനം 4:2 പറയും, എളിമയോടും സ്നേഹത്തോടും ക്ഷമയോടും ഒക്കെ കൂടിയിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പരിശീലിപ്പിക്കണം. ഇതെല്ലാം കൂടി ഇടപെരിയാണ്ട് ചേർത്ത് വെച്ചിട്ട് വേണം കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ. ഒരു തലത്തിലേക്ക് മാത്രം മാറിയാൽ അപകടകരമാകും. 1 പത്രോസ് 4:8 പറയും, സ്നേഹം എല്ലാ പാപത്തെയും മറയ്ക്കും. എന്നുവെച്ചാൽ സ്നേഹത്തിൽ ഈ കുഞ്ഞുങ്ങളെ, ആധിക്യമല്ല, സ്വർഗം ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ, പോസിറ്റീവ് എനർജിയോടുകൂടെ വളർത്തിയാൽ അവരുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ ഈ അപകട വഴികൾ, പ്രത്യേകിച്ചും ആസക്തിയുടെ വഴികൾ കൈകാര്യം ചെയ്യാനുള്ള കൃപ അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. മൂന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾ വഴിതെറ്റാനായിട്ടും വഴിമാറാനായിട്ടും ആസക്തികൾക്ക് വേഗത്തിൽ അടിപ്പെടാനായിട്ടും കാരണം അവർക്ക് ജീവിതത്തിൻ്റെ വളർച്ചയുടെ ബന്ധാവുകളിൽ കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങൾ, നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ, പീഡനങ്ങളാണ്. അതൊരു പക്ഷേ അധ്യാപകരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, അവരുടെ കൂട്ടുകാരിൽ നിന്നുമൊക്കെ കിട്ടുന്ന ചില പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ ചില അടിച്ചമർത്തലുകളോ ചില നിഷേധങ്ങളോ ഒക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അപകടപ്പെടുത്താറുണ്ട്. മാതാപിതാക്കൾ തിരിച്ചറിയണം കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന മാറ്റം. ചില അമ്മമാരൊക്കെ പറയും, അച്ഛാ 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്നു. ആ ടീനേജിൻ്റെ ട്രാൻസിഷൻ്റെ സമയത്ത് വളരെ കരുതലും ശ്രദ്ധയും ഉണ്ടാകണം. അതിനുശേഷം പിന്നീട് അമ്മമാർ പറയും 9ലും 10ലും ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളോടൊന്നും പറയരുത്, വരുന്നു ബാഗും യൂണിഫോമും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഊരിയിടുന്നു, എടുത്ത് വയ്ക്കുന്നു,
പിന്നെ ഒരു വക പരിപാടി ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഏതൊക്കെയോ സ്വാധീനങ്ങൾ, അത് ഒരു പക്ഷേ ചില നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നു. എഫെസോസ് ലേഖനം 6:4 പറയും, അപ്പന്മാരെ നിങ്ങൾ മക്കളെ പ്രകോപിപ്പിക്കരുത്. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയെ കുഞ്ഞിൻ്റെ പ്രായത്തോട് ചേർന്ന് വളർച്ചയോട് ചേർന്ന് കാണാനും അതിനെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാനും പക്വതയുള്ള അപ്പനും അമ്മയും ഒക്കെയാകണം. 1 കൊറിന്തോസ് 6:19 മുതൽ വചനത്തിൽ പറയും, നമ്മളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായതുകൊണ്ട് ഈ ആത്മാവിൻ്റെ ആലയത്തിനിണങ്ങുന്ന വിധത്തിൽ നമ്മുടെ ശരീരത്തെ, ഈ ശരീരത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങൾ അവർ ഒരു അമ്മയിലേക്കുള്ള വളർച്ചയുടെ സമയമൊക്കെ ആകുമ്പം ഏറെ കരുതലും ശ്രദ്ധയും കൊടുത്ത് അത്തരം ഇടങ്ങളെ കൈകാര്യം ചെയ്യാനും ആ മേഖലയിൽ വിശുദ്ധീകരണത്തിനും അഭിഷേകത്തിനും വേണ്ട വഴികളൊക്കെ തുറക്കാനും നല്ല ബോധ്യങ്ങൾ കൊടുത്ത്, അറിവ് മാത്രമല്ല നല്ല ആത്മീയ വെട്ടം കൊടുത്ത് മാതാപിതാക്കൾ വളർത്തണം. അങ്ങനെ ഈ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നാണം കെടുത്തപ്പെട്ട അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില നെഗറ്റീവ് ശൈലികൾ, ടെൻഡൻസികളൊക്കെ ഫോം ചെയ്യും. കണക്ക് വിഷയം മാത്രം പഠിക്കാൻ പറ്റാത്തൊരു കുഞ്ഞിനെ കണ്ടത് ഓർമ്മിക്കുന്നുണ്ട്. പെട്ടെന്ന് തമ്പുരാൻ കർത്താവ് പറഞ്ഞു, 8ലോ 9ലോ ഒക്കെ പഠിക്കുമ്പം കണക്കധ്യാപകൻ ഈ കുഞ്ഞിനോട് കാണിച്ച ഒട്ടും സ്വീകാര്യമല്ലാത്ത ചില കാർക്കശ്യത്തിൻ്റെ, കളിയാക്കലിൻ്റെ നിലപാട് മുറിവായി മാറിയപ്പം അത് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഈ കണക്കെന്ന് പറയുന്ന വിഷയത്തോട് വലിയ വിരോധമുള്ളൊരു ഭാവം രൂപപ്പെടുത്തുകയാണ്. നമ്മൾ ഓർമ്മിക്കണം, ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പീഡനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗ്ലിജൻസ്, അവഗണനകൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആസക്തിയുടെ സാധ്യതകളായി മാറാൻ ഇടയുണ്ട്. ഇത് മാതാപിതാക്കൾ കണ്ടുപിടിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ വേണ്ടത്ര സ്നേഹം കൊടുക്കാനോ ശ്രദ്ധ കൊടുക്കാനോ ആവുന്ന പരിഗണന കൊടുക്കാനോ അടിസ്ഥാന ആവശ്യങ്ങളുടെ മേഖലയിൽ വേണ്ടത്ര ഒരു താല്പര്യം കാണിക്കാനോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് അത് കഴിയാതെയോ ഒക്കെ വന്നെങ്കിൽ ആ മേഖലകളെ ഒന്ന് മാറ്റാൻ, ആ മേഖലയിൽ സൗഖ്യത്തിന് വേണ്ടി മാതാപിതാക്കളെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. 4ാമത്തെ കാര്യം മക്കളുടെ കൂട്ടുകെട്ടുകളാണ്. ഒരുപാട് മാതാപിതാക്കളിന് സങ്കടം പറഞ്ഞു, നല്ല തങ്കത്തിളക്കമുള്ള എൻ്റെ കുഞ്ഞ് കൂട്ടുകെട്ടിലൂടെ വഴിമാറിയെന്നൊക്കെ പറയും. 100% ശരിയൊന്നുമല്ല. ഏത് കൂട്ടുകെട്ടുകൾക്കിടയിലും വഴിതെറ്റാതെ ജീവിക്കുന്നവരെ കാണാനിട വന്നിട്ടുണ്ട്. പക്ഷേ ചെറുപ്പത്തിൽ ഈ കൂട്ടുകെട്ടുകൾ വലിയ സ്വാധീനമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് മാതാപിതാക്കളെ നല്ല ഉറപ്പോട് കൂടിയിട്ട് വചനം ചേർത്ത് വെച്ച് വിശ്വാസത്തെ മുറുകെ പിടിച്ച് ആത്മീയ കാര്യങ്ങൾക്ക് കുറവ് വരാത്ത വിധം മക്കളുടെ ജീവിതമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട്, എന്നുവെച്ചാൽ മാതാപിതാക്കളൊക്കെ മക്കളെ അകലങ്ങളിലായിരിക്കുമ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അഭിഷേകത്തോടു കൂടെ കൊണ്ടു നടക്കണം. ശക്തമായിട്ട് ഈ മാതാപിതാക്കൾ മക്കളോട് വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ആത്മീയ കാര്യങ്ങൾ ഞായറാഴ്ച നിർബന്ധമായും പള്ളിയിൽ പോകാൻ പറയണം. ഒരു ജപമാല 10-20 മിനിറ്റ് കൊണ്ട് ചൊല്ലണമെന്ന് നിർബന്ധം പിടിക്കണം. ഇങ്ങനെ എന്നും ഇത് ഓർമ്മപ്പെടുത്തലായിട്ട് കൊടുത്താൽ മക്കളുടെ ജീവിതത്തിലേക്ക് അത് സ്വാധീനമാകും. ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു കാര്യം അതാ. എൻ്റെ പെങ്ങളൊക്കെ മക്കളോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, നിങ്ങളൊക്കെ നോക്കൂ എന്നോർത്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് തീറ്റയും വെള്ളമൊക്കെ തരുന്നത്. പുതിയ തലമുറയുടെ ട്രെൻഡ് നോക്കുകയില്ല എന്ന് നേരത്തെ അറിയാം, അതുകൊണ്ട് നിന്നെയൊന്നും കരുതിക്കൊണ്ടല്ല ഞാൻ ജീവിക്കണത് എന്ന് പറയുന്നതാണ്. വ്യത്യാസപ്പെട്ടൊരു ട്രെൻഡ്. നീയൊക്കെ നോക്കൂ എന്നോർത്തുകൊണ്ട് തന്നെയാണ് നിനക്ക് വേണ്ടത്ര കാര്യങ്ങൾ വേണ്ടും വിധത്തിൽ ചെയ്തു തരുന്നത്. ഇതിങ്ങനെ ആവർത്തിച്ച് കഴിയുമ്പം മക്കൾ അറിയാതെ തന്നെ വീട്ടിൽ പറഞ്ഞു എന്ന് പെങ്ങൾ എന്നോട് പറഞ്ഞു, അത് മറ്റൊന്നും ആയിരുന്നില്ല, അമ്മേ നോക്കിക്കോളാം, അമ്മേ നോക്കിക്കോളാം. അപ്പം മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, മക്കളുടെ കൂട്ടുകെട്ടുകളിലെ അപകടങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും മക്കൾക്കുമിടയിൽ ആഴമുള്ള ആത്മീയ ബന്ധമുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്നും അകലത്തിലാണെങ്കിലും കൂടെ ആ വഴിമാറലുകളെ അറിയാനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ വളരെ ശക്തമായിട്ട് ആ കൂട്ടുകെട്ടുകളുടെ മേഖലയിലേക്ക് വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയുള്ള വചനത്തിൻ്റെ അഭിഷേകം ചേർത്ത് വെക്കണം. 1 യോഹന്നാൻ 4:1 പറയും, ആത്മാക്കളെ വിവേചിച്ചറിയണം, എല്ലാത്തിനെയും വിശ്വസിക്കരുത്. എന്ന് വെച്ചാൽ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു, മക്കളെ എല്ലാവരെയും വിശ്വസിക്കരുത്, ഏത് ടൈപ്പാണെന്ന് തിരിച്ചറിയണം. നിൻ്റെ കൂട്ടുകാരെ നോക്കിയാൽ, അവരോടുള്ള ബന്ധം നോക്കിയാൽ നിൻ്റെ പ്രത്യേകത, നിൻ്റെ വഴിമാറലിൻ്റെ പ്രത്യേകത അറിയാൻ പറ്റും. അതുപോലെ തന്നെ 1 കൊറിന്തോസ് 15:33 പറയും, മോശം കൂട്ടുകെട്ട് തകർച്ചയുടെ വഴിയാണ്. മോശമായിട്ടുള്ള ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ വഴിയായിട്ട് തകർന്നു പോകും നമ്മുടെ ജീവിതങ്ങൾ. മക്കൾ വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അങ്ങനെ അപകടം പറ്റിയ മാതാപിതാക്കളെ എനിക്കറിയാം. SCYM-ലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു മിടുക്കൻ ചെറുപ്പക്കാരൻ. അവൻ +2 വരെയൊക്കെ നാട്ടിൽ പഠിച്ചു, വളരെ നന്നായി സജീവ പ്രവർത്തകനായിരുന്നു. കോയമ്പത്തൂർ
പഠിക്കാൻ വേണ്ടിയിട്ട് പോയി, എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോയി. ആദ്യത്തെ അവധിക്ക് വരുമ്പോൾ തന്നെ അവൻ്റെ ബോഡി ലാംഗ്വേജിലും അവൻ്റെ തലമുടി നീട്ടിയുള്ള വളർച്ചയിലും ആകപ്പാടൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണവന്മാർക്ക് മനസ്സിലായി. എങ്കിലും അവർ കാര്യമായിട്ട് എടുത്തില്ല. രണ്ടാമത്തെ അവധിക്ക് അവൻ തിരിച്ചു വരുമ്പം അവൻ്റെ കൂടെ 3-4 പിള്ളേർ. താല്പര്യത്തോടെ അല്ലെങ്കിൽ പോലും ഈ മാതാപിതാക്കൾ അവനെ വീട്ടിലൊക്കെ കയറ്റി അവരവിടെ കിടന്ന് അർമാദിച്ചു. 3-ാമത്തെ അവധിക്ക്, സെമസ്റ്റർ അവധിക്ക് അവൻ വീട്ടിലെത്തും മുമ്പേ ഫോൺ കോൾ വന്നു, അവനെ ട്രെയിനിൽ കഞ്ചാവ് കടത്തിയതിന് പിടിച്ചു എന്ന്. എന്നുവെച്ചാൽ കൂട്ടുകെട്ടിനെ അപകടപ്പെടുന്നുവെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ആത്മീയതയുടെ കണ്ണുള്ള, ആത്മീയതയിൽ അത്തരം അനുഭവങ്ങളെ പകർത്തിയെടുക്കാൻ കഴിയുന്ന അപ്പനും അമ്മയുമാകണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സുഭാഷിതം 13:20 പറയും, ബുദ്ധിമാൻ്റെ കൂടെ നടന്നാൽ ബുദ്ധിയുടെ മേഖലയിൽ അനുഗ്രഹം ഉണ്ടാകും, വിഡ്ഢിയുടെ കൂടെയാണെങ്കിൽ അത് നാശത്തിന് കാരണമായിട്ട് മാറും. നല്ല ബന്ധങ്ങളിലേക്ക് മക്കൾ എത്താൻ വേണ്ടിയിട്ട് ആ കൂട്ടുകെട്ടിൻ്റെ ഇടങ്ങളിലേക്ക് കൃപയൊഴുകാൻ വേണ്ടി മാതാപിതാക്കളുടെ ശക്തമായ പ്രാർത്ഥന ഉണ്ടാവട്ടെ. അവസാനമായിട്ട്, വ്യക്തിത്വത്തിൽ തന്നെ ചില മക്കൾക്ക് ചില വൈകൃതങ്ങളുണ്ട്. എന്നുവെച്ചാൽ ചില കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിൽ വളയുന്നതാണ്. ആ പേഴ്സണാലിറ്റിക്ക് തന്നെ ചില വൈകല്യങ്ങളുണ്ട്. അവർ പെട്ടെന്ന് പുതിയ സാധ്യതകളോടും പുതിയ വ്യക്തികളോടും പുതിയ ബന്ധങ്ങളോടുമൊക്കെ ആവശ്യമില്ലാണ്ട് ഇഴുകിച്ചേരും. ചിലർ വളരെ ടോക്കറ്റീവാണ്. ചില കുട്ടികളെ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പം കാണുന്നൊരു കാര്യമാണ്, വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ പെട്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്, ഇവർ വളച്ചാൽ വളയും. അപ്പോൾ ഈ വ്യക്തിത്വത്തിൻ്റെ വൈകല്യമാണ് അതെന്ന് തിരിച്ചറിയണം. ഇതെന്തിനാണെന്ന് അറിയാമോ? ഒരു വ്യക്തി ഈ ഒരു അവയർനെസ്സിലേക്ക്, അവബോധത്തിലേക്ക് എത്തിക്കഴിയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മേഖലയിൽ പെട്ടെന്ന് അപകടപ്പെടും. ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ ആളുകൾ കൂട്ടുകൂടുന്നിടത്തൊക്കെ ചെന്ന് ഈ മദ്യപിക്കുന്ന സെറ്റിലൊക്കെ ചെന്ന് കഴിയുമ്പം ഞാൻ നിർത്തിയതാണ്, എന്നാലും എൻ്റെ ഉള്ളിൽ അതൊരു പക്ഷേ ആ ഒരു പ്രവൃത്തിക്കുള്ള ടെൻഡൻസി ആയിട്ട് മാറുന്നത് കൊണ്ട് ഞാൻ അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് ബോധപൂർവ്വം എന്തെങ്കിലും പറഞ്ഞങ്ങ് ഒഴിവാകും. ബലം കുറഞ്ഞ ചില മനുഷ്യന്മാരുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർമ്മിച്ചോണം, ഈ വ്യക്തിത്വത്തിൻ്റെ വൈകല്യത്തെ കണ്ടെത്തുകയും വളരെ ബോധപൂർവം അതിൻ്റെ പ്രത്യേകതകളെ തിരിച്ചറിയുകയും തിരിച്ചറിഞ്ഞിട്ട് തമ്പുരാനെ തിരുത്താൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം അത്ഭുതകരമായിട്ട് അതിനകത്ത് ഇടപെടും. എനിക്കറിയാം, മനഃശാസ്ത്രത്തിൻ്റെ ഒരു മേഖലയാണ് ഈ സ്ത്രീ ആയിരിക്കെ തന്നെ മെയിൽ ഡോമിനൻസി എന്ന് പറയുന്ന ഒരു നേച്ചർ. എന്ന് വെച്ചാൽ അവൾ നല്ല സ്ത്രീ തന്നെയാണ്, പക്ഷേ പുരുഷൻ്റെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. എന്നുവെച്ചാൽ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട്, പുതിയ സാധ്യതകൾ വെട്ടിത്തുറക്കാനായിട്ട്, നല്ല ഗട്ട്സോട് കൂടിയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ടൊക്കെ കഴിയുന്ന ചില പ്രത്യേകതയുള്ള ചില സ്ത്രീകൾ. അവർ ചിലപ്പോൾ കുടുംബജീവിതത്തിൽ വലിയ അസ്വസ്ഥതയിലൂടെ കടന്നു പോകും. കാരണം എന്താ? ഈക്വലി പ്രബലൻ്റ് ആയിട്ടുള്ള, തുല്യ ശക്തിയുള്ള, നല്ല ശക്തനായിട്ടുള്ള പുരുഷ സ്വഭാവത്തിൻ്റെ എല്ലാ പ്രത്യേകതകളുമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ജീവിക്കുമ്പം സംഭവിക്കുന്ന അപകടം എന്താണെന്നറിയാമോ? 2 പേരും കൂടെ കൂട്ടിയിട്ട് എന്നും യുദ്ധമായിരിക്കും. അങ്ങനെ ഒരു കുടുംബത്തെ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ പെൺകുട്ടി നല്ല അസാമാന്യമായ കഴിവുള്ളവൾ. പഠിക്കുന്ന കാലത്തൊക്കെ റാങ്കൊക്കെ മേടിച്ച് MEdും MSCയും ഒക്കെ കഴിഞ്ഞ് നേഴ്സിംഗൊക്കെ പഠിച്ച് അങ്ങനെ റാങ്കൊക്കെ മേടിച്ച് ഇങ്ങനെ പഠിച്ച മേഖലയിലൊക്കെ വലിയ വിജയം നേടിയ ഈ പെൺകുട്ടി, അതുപോലെ തന്നെ നല്ല കഴിവുള്ള ചെറുപ്പക്കാരൻ, അവനും അവളും തമ്മിൽ കല്യാണം കഴിക്കുന്നു. 2 മക്കൾ. ഒടുവിൽ അവർ വിദേശത്ത് ചെല്ലുന്നു. ഇവൻ ഈ സ്ത്രീയെ മാനസികമായിട്ട്, നമുക്കറിയാം യൂറോപ്പിൻ്റെ നിയമങ്ങളൊക്കെ വളരെ റിജിഡ് ആയതുകൊണ്ട് തന്നെ പുള്ളി വളരെ അലക്ഷ്യമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. വീടിൻ്റെ അകവും പരിസരമൊക്കെ ചുമ വൃത്തികേടാക്കി ഇടുക. രാവിലെ എക്സസൈസ് ചെയ്യാൻ പോകുന്നു, 10 മണിയാകുമ്പം ജിമ്മിന് പോകുന്നു, ഉച്ച കഴിയുമ്പം കളിക്കാൻ പോകുന്നു, വല്ലപ്പോഴുമൊക്കെ വല്ല പണിക്കും പോകും. അവസാനം മാനസികമായിട്ട് സമ്മർദ്ദം കൊണ്ട് ഈ സഹോദരി വാഹനാപകടത്തിൽപ്പെടുന്നു. വണ്ടി ഓടിക്കുമ്പം ബോധക്ഷയം ഉണ്ടാകുന്നു. ഒരുപാട് ക്രൈസിസിലൂടെ കടന്നുപോയിട്ട് ഒടുവിൽ ഇവരെ കണ്ടുമുട്ടിയപ്പം ഇവരോട് തമ്പുരാൻ പറഞ്ഞൊരു കാര്യം, വ്യക്തിത്വത്തിലുള്ള ഈ പ്രത്യേകതകളെ കൃത്യമായിട്ട് കൊണ്ട് തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലേക്ക് എത്തിക്കഴിയുമ്പം, ഈ ബോധ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പം നമ്മൾ തിരുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങും. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ എവിടെയോ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ വൈകല്യങ്ങളുടെ കുറവിൻ്റെ മേഖലകളുണ്ട് എന്ന് ഞാൻ സമ്മതിക്കണം, തിരുത്താൻ തയ്യാറാവണം. അങ്ങനെ തിരുത്താൻ തയ്യാറായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പം അത്ഭുതങ്ങൾ സംഭവിക്കും. കുഞ്ഞുങ്ങളോട് ബന്ധപ്പെടുത്തി എൻ്റെ മാതാപിതാക്കളെ, അപ്പനും അമ്മയ്ക്കും നന്നായിട്ടറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ എന്താണെന്ന്. ഏറെ നാൾ കൂടെയായിരുന്നത് കൊണ്ട്, ഒപ്പമായിരുന്നത് കൊണ്ട് ഈ കൃത്യമായിട്ടും മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റും, എൻ്റെ കൊച്ച് ഇന്ന സാഹചര്യത്തിൽ പോയാൽ വീണുപോകും,
ഇന്ന കൂട്ടുകെട്ടിൽപ്പെട്ടാൽ അപകടപ്പെട്ടു പോകും. അതൊരു പേഴ്സണാലിറ്റിയുടെ ഡിസോർഡർ, വലിയൊരു വൈകല്യമെന്നൊന്നുമല്ല ഞാൻ പറയണേ, അങ്ങനെ ഉണ്ട് എന്ന് ഓർമ്മിക്കണം. ആവശ്യമില്ലാതെ ചിലരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ചില കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള അപകടത്തിൽ പിണയാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളെ, ആ മേഖലകളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് മുൻപേ പ്രാർത്ഥിക്കണം. ദൂതനെ മുൻപേ അയക്കാൻ സങ്കീർത്തനം 91 ഓർമ്മപ്പെടുത്തും പോലെ നിനക്ക് മുമ്പേ ദൂതനെ അയച്ച് ആ മേഖലകളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. സാമുവേൽ പ്രവചനം 1 സാമുവേൽ 16:7 പറയും, മനുഷ്യൻ ബാഹ്യമായവ കാണുമ്പം ദൈവം ഹൃദയം കാണുന്നു. ഞാനതിനെ ഒന്ന് തെല്ലൊന്ന് മാറ്റിപ്പറയാൻ ഇഷ്ടപ്പെടുക. നന്നായിട്ട് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ഹൃദയം കാണാൻ പറ്റും, ഉള്ളു വായിച്ചെടുക്കാൻ പറ്റും. ആ സംസാരത്തിൻ്റെ, പെരുമാറ്റത്തിൻ്റെ, നിലപാടിൻ്റെ മാറ്റത്തെ മനസ്സിലാകും. മക്കളുടെ ജീവിതത്തിന് ഞാൻ ജീസസ് യൂത്തുകാരുടെ കൂടെയൊക്കെ ജോലി എടുത്തിരുന്ന കാലത്ത് ഞാൻ കുഞ്ഞുങ്ങളോട് പറയായിരുന്നു, മക്കളെ നിങ്ങൾ നേഴ്സിങ്ങിന് വരുമ്പം നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ ഒട്ടിച്ച ഫോട്ടോ പറ്റുമെങ്കിൽ ഒരെണ്ണം കൂടെ കയ്യിൽ സൂക്ഷിക്കണം. നേഴ്സിങ്ങിൻ്റെ പഠന കാലഘട്ടത്തിലൂടെ ഈ അടിപൊളി പരിപാടിയും തട്ടുപൊളിപ്പൻ പരിപാടിയും വേണ്ടാത്ത ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ ആയിട്ട് തെല്ലൊന്ന് വഴിമാറിയതിൻ്റെ ഒടുവിൽ ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. വന്നപ്പോഴുള്ള എൻ്റെ ഫോട്ടോയും ഇപ്പോഴുള്ള എൻ്റെ ഫോട്ടോയും. ഈ വൈരുദ്ധ്യത്തിൻ്റെ, ഈ മാറ്റത്തിൻ്റെ അനുഭവത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിയുമ്പം തിരിച്ചു വരാനായിട്ടുള്ള ഒരു പ്രേരണ, തിരുത്തണമെന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നടന്നാൽ എന്തു വൈകൃതത്തെയും ഇന്നിപ്പം യൂണിവേഴ്സലൈസ് ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഏത് വൈകൃതത്തെയും പുതിയ ഫാഷനാന്ന് പറഞ്ഞാൽ മതി. പുതിയൊരു ട്രെൻഡ് അങ്ങനെ ഫോം ചെയ്തിരിക്കുക. എന്താടാ മോനെ നിൻ്റെ തല ഇങ്ങനെ ഇരിക്കണേ, എന്താ നീ ഇങ്ങനെ വേഷം ധരിക്കണമെന്ന് ചോദിക്കുമ്പം അതിപ്പോഴത്തെ ഫാഷനാണ്. വല്ലാണ്ട് അപകടപ്പെടുക. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ചെറുപ്പത്തിലൊരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ഈ ലോകത്തിൻ്റെതായ വൈകൃതങ്ങളോ വ്യക്തിത്വത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ വ്യതിരക്തതകളോ അപകടകരമായി സ്വാധീനമാകുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ അറിയാൻ വൈകിപ്പോയാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. മകളുടെ ജീവിതത്തിൽ ചെറിയ വഴിതെറ്റലുകളുണ്ട് എന്ന് നേരത്തെ അറിയണം. മകൻ്റെ ജീവിതം വഴിമാറുന്നുവെന്ന് കാലകുട്ടി മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 10:9 പറയും, സത്യസന്ധൻ്റെ മാർഗം സുരക്ഷിതമാണ്, വഴി പിഴയ്ക്കുന്നവൻ പിടിക്കപ്പെടും. സത്യസന്ധതയോടുകൂടിയിട്ട് നമ്മൾ ജീവിക്കണം. മക്കൾക്ക് മാതാപിതാക്കൾ അടിസ്ഥാനപരമായ മൂല്യബോധ്യങ്ങൾ കൊടുത്തിട്ട് അതിനിണങ്ങുന്ന വിധത്തിൽ അവരെ ജീവിക്കാൻ പരിശീലിപ്പിച്ച് അനുഗ്രഹത്തോടു കൂടെ മുമ്പോട്ട് പോകണം. ചിന്തകൾ അവസാനിപ്പിക്കുമ്പം 5 കാര്യങ്ങൾ പറഞ്ഞു. ജന്മം വിശുദ്ധീകരിച്ചാൽ മക്കളുടെ ജീവിതത്തിൻ്റെ ആസക്തികൾ പരിഹരിക്കാൻ സാധിക്കും. ജനിച്ച നിമിഷവും ജന്മമെടുക്കാനായിട്ട് സാഹചര്യമൊരുക്കിയ കാര്യങ്ങളുമൊക്കെ ചേർത്ത് വെച്ച് അവിടെ വിശുദ്ധീകരിക്കാൻ മാതാപിതാക്കളെ പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ സ്നേഹാധിക്യം കൊണ്ടുവന്ന മേഖലകളെ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കണം. അവർക്ക് ഏതെങ്കിലുമൊക്കെ തിക്താനുഭവത്തിൻ്റെ വഴികളിലൂടെ കടക്കേണ്ടി വന്നതിനെ സമർപ്പിക്കണം. ആ മേഖലകളെ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കണം. കൂട്ടുകെട്ടുകളെ വിശുദ്ധമാക്കാൻ പ്രാർത്ഥിക്കണം. ഒടുവിൽ ഏതെങ്കിലുമൊക്കെ ആസക്തികൾ കൊണ്ട്, ഏതെങ്കിലുമൊക്കെ വ്യക്തിത്വത്തിൻ്റെ വൈകല്യമുള്ള കുഞ്ഞാണ് നമ്മുടേതെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിനിണങ്ങുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കണം. ഈ മേഖലകളൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടാൽ നിങ്ങളുടെ മക്കൾ ആ അത്ഭുതത്തിൻ്റെ വിടുതലുള്ള മക്കളായി മാറും. എല്ലാ ബന്ധനങ്ങളും അഴിയാൻ കാരണമാകും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മക്കൾ അവർ ജന്മമെടുത്ത ആദ്യ നിമിഷം മുതൽ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും കടന്നുപോയതുമായ എല്ലാ മേഖലകളെയും സമർപ്പിക്കുകയാണ്. നല്ല അനുഗ്രഹത്തോടു കൂടിയിട്ട് അവരെ വളർത്താൻ അഭിഷേകം തരണേ. ചില മാതാപിതാക്കളൊക്കെ പറയാറുണ്ട്, മക്കളുടെ മുറിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലും, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പം എത്രയും നല്ല മാതാവ് ചൊല്ലും, അവരുടെ മുറി വൃത്തിയാക്കുമ്പോഴൊക്കെ നല്ല അഭിഷേകമുള്ള വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും, അവരുടെ തുണി അലക്കുമ്പം പോലും അവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ പുറകിലും ഒരു ആത്മീയ നിക്ഷേപത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ മക്കളെ നേടിയെടുത്ത കഥകൾ, ഈ ആധുനികതയുടെ അപകട കാലഘട്ടത്തെ മക്കൾ ദുരന്തമായി മാറ്റാതെ അവരെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.